വെൽക്കം ബാക്ക് ടു മല്ലിസ്കോട്ട് ഫാമിലി. മല്ലിസ്കോട്ട് ഫാമിലിയുടെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ 3-ാം ദിവസമാണ്. രാവിലെ മുതൽ ഞങ്ങൾ ഡാഡ്ഫോർഡിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ബ്രൈറ്റണിലെ മറീന ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രൈറ്റൺ മറീന ബീച്ച് വളരെ മനോഹരമായ ഒരു കടൽ തീരമാണ്. ബീച്ചിന് സൈഡിൽ കൂടി നടക്കുമ്പോൾ അവിടെ പലതരം സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടി സെപ്പറേറ്റ് സ്പേസസ് ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് വോളിബോള്, ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ പലതരം എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ഈ ബീച്ചിന് സൈഡിൽ കൂടി നടക്കുമ്പോൾ കാണാൻ സാധിക്കും. വിനോദങ്ങളുടെ ഹൃദയഭാഗമെന്ന് പറയാവുന്ന ബ്രൈറ്റൺ പാലസ് പിയർ, വിവിധ ഗെയിമിംഗ് സോണുകൾ, ചെറിയ ചെറിയ റൈഡുകൾ, ഫുഡ് സ്റ്റാളുകൾ എന്നിവ ഇതിനുള്ളിലുണ്ട്. ബ്രൈറ്റൺ കടൽ തീരത്തിന് സമീപം വലിയ യാച്ചുകളും ബോട്ടുകളും നിറഞ്ഞ മെറീന ഹാർബർ ഭാഗത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ തിരക്ക് വെട്ടിച്ച് വിശ്രമിക്കാൻ അനുയോജ്യമായ ഒരു ബീച്ച്. നടത്തത്തിനും സൈക്കിൾ യാത്രയ്ക്കും അനുയോജ്യമായ വഴികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ബോട്ടുകൾ, യാച്ചുകൾ, മത്സ്യബന്ധന കപ്പലുകൾ എന്നിവ നിറഞ്ഞ മനോഹരമായ പശ്ചാത്തലം മറീനയുടെ സൗന്ദര്യം കൂട്ടുന്നു. ഫിഷിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വളരെയധികം ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫിഷിംഗ് ഒരു പാഷനായിട്ട് എടുത്തിട്ടുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്ലേസാണിത്. മീൻ മാത്രമല്ല, ഞണ്ട്, കക്ക തുടങ്ങിയ മറ്റ് സമുദ്ര ഉൽപ്പന്നങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫിഷിംഗ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. ഇവിടെ സാധാരണ മണൽത്തീരമല്ല, മറിച്ച് ചെറുകല്ലുകളും കല്ലുകൂട്ടങ്ങളും നിറഞ്ഞ ഷിംഗിൾ ബീച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. കടലിന്റെ നീല നിറവും തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരകളുടെ ഈ സംഗീതവും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു വിശ്രമ സ്ഥലമായിട്ട് നമുക്ക് പോയി ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ മെറീന ബീച്ച്.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് നേരം ഇരുന്ന അവിടുത്തെ കല്ലുകളെല്ലാം പെറുക്കി പിള്ളേരുടെ കൂട്ടത്തിൽ കുറച്ച് നേരം കളിച്ചു. കടലിൽ ബോട്ടിങ്, ജെറ്റ് സ്കീയിങ്, സർഫിംഗ്, പാഡിൽ ബോർഡിങ് തുടങ്ങിയ വിനോദസഞ്ചാരങ്ങളിലും വാട്ടർ ആക്ടിവിറ്റികളിലും പങ്കെടുക്കുന്ന വളരെയധികം വിനോദസഞ്ചാരികളെ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നല്ല തണുത്ത കാറ്റായിരുന്നു. വീട്ടിൽ നിന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്ന കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ വിശാലമായി നീണ്ടുകിടക്കുന്ന ഈ ബ്രൈറ്റൺ ബീച്ചിൽ കടൽ തീരത്ത് നടക്കുവാനും കുടുംബസമേതം സമയം ചെലവഴിക്കുവാനും വേണ്ടി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ബ്രൈറ്റൺ ആദ്യം ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിട്ടാണ് ആരംഭിച്ചതെങ്കിലും 18-ാം നൂറ്റാണ്ടിൽ ഡോക്ടർമാർ കടൽ വെള്ളത്തിൽ കുളിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രൈറ്റൺ ഒരു സീ ബാത്തിങ് റിസോർട്ടായി വളർന്നു എന്നാണ് ഐതിഹ്യം. ഇംഗ്ലണ്ടിൻ്റെ സീസൈഡ് ക്യാപിറ്റൽ എന്ന പേരിലാണ് ബ്രൈറ്റൺ അറിയപ്പെടുന്നത്. ലണ്ടനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താൽ നമുക്ക് ബ്രൈറ്റണിലെത്താം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സും യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൈറ്റണും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ഇത് ആകർഷിക്കുന്നുമുണ്ട്. പ്രകൃതി, ചരിത്രം, കല, വിനോദം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിങ്ങനെയുള്ള എല്ലാം സമന്വയിക്കുന്ന ഒരു സജീവ നഗരം തന്നെയാണ് ഈ ബ്രൈറ്റൺ എന്ന് പറയുന്നത്. ബ്രൈറ്റൺ കലയും സംഗീതവും കൊണ്ട് ഏറെ പ്രശസ്തമായ ഒരു നഗരമാണ്. പല ആർട്ട് ഗാലറികളും സംഗീതോത്സവങ്ങളും വർഷം മുഴുവൻ ഇവിടെ നടക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനുകളാണ് ബ്രൈറ്റൺ ഫെസ്റ്റിവലും ബ്രൈറ്റൺ ഫ്രിഞ്ച് ഫെസ്റ്റിവലും. ഇവ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ള പരിപാടികളാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വിചിത്രവും കലാപരമായും സമ്പന്നവുമായ ഒരു കൊട്ടാരമാണ് റോയൽ പവലിയൻ. ഇന്ത്യൻ, ചൈനീസ് കലാരൂപങ്ങളുടെ സമന്വയത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം യൂറോപ്പിലെ പരമ്പരാഗത കൊട്ടാര ശൈലിയെ മറികടന്ന് ഒരു വിദേശ സ്വപ്നരാജ്യം പോലെ തോന്നിക്കുന്നതാണ്. ഞങ്ങൾ ആദ്യം എത്തിയത് ബ്രൈറ്റണിലെ ഹാർബർ സൈഡിലായിരുന്നു. അവിടെ ഒത്തിരി നടന്ന് കാണാനുണ്ടായിരുന്നു, യാച്ചികളും ബോട്ടുകളും ഒക്കെ ഇട്ടേക്കുന്നതൊക്കെ. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ അറിയുന്നത് മെയിൻ ബീച്ച് സൈഡ് ഓപ്പോസിറ്റ് സൈഡാണെന്ന്. അപ്പം തന്നെ ഏകദേശം വൈകുന്നേരമായിരുന്നു. ഒത്തിരി ലേറ്റ് ആയതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബീച്ച് സൈഡിലേക്ക് പോയി. അവിടെ ഒത്തിരി ആകർഷണമായ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒട്ടും സമയമുണ്ടായിരുന്നില്ല. ബീച്ചിന് സമീപത്തായി
വളരെയധികം പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട്. അവിടെ ഒത്തിരി അധികം ആളുകൾ താമസിക്കുന്നതും വിദേശികളും സ്വദേശീയരുമായിട്ടുള്ള ആളുകൾ അതിൽ സഞ്ചരിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു. ബ്രൈറ്റണിലെ മറ്റൊരു ആകർഷണമാണ് ബ്രൈറ്റൺ ഐ. ഏകദേശം 162 മീറ്റർ ഉയരമാണ് ഈ ടവറിനുള്ളത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നഗരത്തിലെയും കടലിലെയും കാഴ്ചകൾ ഒരുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിരുന്നു. തൊട്ടടുത്ത് കണ്ട പിസ്സ ഹട്ടിൽ കയറി പിസ്സ വാങ്ങി ഞങ്ങളെല്ലാവരും ആ ബീച്ച് സൈഡിൽ തന്നെ ഇരുന്ന് അത് കഴിച്ചു. ബീച്ചിലെ കാറ്റും കാഴ്ചകളും കണ്ട് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് വേറൊരു ഫീല് തന്നെയാണ്. അങ്ങനെ ബ്രൈറ്റൺ ബീച്ചിന്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഡാർട്ട്ഫോർഡിലേക്ക് പോയി. ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.